ഹേ ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ വയനാടൻ ഫീസ്റ്റ. അപ്പോൾ നമ്മളൊന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഫുള്ള് ചലഞ്ചിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന പോലെ തന്നെ ഇത്തവണ വായിലിട്ടിട്ടല്ല പരീക്ഷണം. നമ്മൾ കൈ വെച്ച് തൊട്ട് നോക്കിയിട്ട് അതെന്താ സാധനം എന്ന് പറയണം. പിന്നെ വേറെ പ്രത്യേകത കൂടെ ഉണ്ട്. ഇത്തവണ പണിഷ്മെന്റ് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ കമന്റ് ബോക്സിൽ തരുന്ന പണിഷ്മെന്റ് ആയിരിക്കും തോൽക്കുന്ന ആൾക്ക് കൊടുക്കുക. അപ്പോൾ അടുത്ത ചലഞ്ച് വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം ഈ പണിഷ്മെന്റ് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തോർക്കുണ്ട്, തോർത്ത് വെച്ച് കണ്ണടയ്ക്കുക, കണ്ണ് നന്നായിട്ട് കെട്ടുക, എന്നിട്ട് മുമ്പിൽ ഒരു സാധനം വെക്കും, അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്യുന്ന ആൾ ജയിക്കുന്നതായിരിക്കും. അല്ലാണ്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ആൾ കുറവ് കഴിയുന്ന ആൾ തോൽക്കും. സമയമുണ്ടോ ഇത് സാധനം കണ്ടുപിടിക്കാൻ? 1 മിനിറ്റ് സമയം. അപ്പോൾ ഞാൻ ചാച്ചൻ്റെ കണ്ണാൻ പോകാം. ഓക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ട് തുടങ്ങണേ. ഞാൻ സമയം തുടങ്ങണേ. ടൈം സ്റ്റാർട്ട് നൗ. വെച്ചു മനസ്സിലായോ? ഞാനൂല ആങ്ങനെ പെട്ടെന്ന് മനസ്സിലായേ? ഓടുന്ന ക്ലോസ് പോയിട്ട് Your time starts now. വെള്ളരി വെള്ളരിക്കാം. ഓക്കെ, കറക്റ്റാണ്. വെക്കുവാണേ. ടൈം സ്റ്റാർട്ട് നൗ. മണിക്കാണോ? അല്ല അല്ല. ഒരെണ്ണം വെച്ചാൽ മതിയിരുന്നില്ലേ? വാട്ടർ ക്യാബേജ്. അതെ അതെ. കടിക്കാണ്ട് നോക്കണേ. കടിക്കാണ്ടോ? എന്താ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കടിക്കാണ്ട് നോക്കണം പ്രത്യേകിച്ച്. എവിടെ വെച്ചാ? മുമ്പിലുണ്ട്. വെച്ചിട്ടില്ല? ഉണ്ട്. കടി. ഇത് ഞാൻ പറയട്ടെ. ഞാൻ പറയാ, അന്ന് ചാച്ചൻ എന്നെ കഴിപ്പിച്ച സാധനം. അലോവേര. കറ്റാർവാഴ. ടൈം സ്റ്റാർട്ട് നൗ. വെച്ചു പോട്ടെ. ചാക്കുന്നൂല്. അതെ. ടൈം സ്റ്റാർട്ട്സ് നൗ. ഓറഞ്ച്. വെച്ചു. എനിക്കറിയില്ല. ചീഞ്ഞൊന്നുമില്ല. ചീഞ്ഞതാവാം. കൈയൊക്കെ കുത്തിക്കറ്റി നോക്കണേ. നോക്കണം. ഇല്ല, മണത്തോക്കാമില്ല. മണത്തോക്കറിയാം. 17 സെക്കൻഡ് കൂടിയേ. ഓറഞ്ച് തൊലി പൊളിച്ചത്. Your time starts now. ഇതിന്റെ സാധനം ഇതെനിക്ക് എന്താണെന്ന് അറിയാം. അതുകൊണ്ടല്ല പേര് വേണം. ഇതെനിക്ക് സാധനം മനസ്സിലായി. ഇതിന്റെ ഉള്ളില് കുരുവൊക്കെ ആയിട്ട് പയറിന്റെ ആ വർഗത്തിൽപ്പെട്ട സാധനം. അതിന്റെ പേര് വേണം. ഇതിന്റെ പേരറിയില്ല എനിക്ക്. സാധനം എനിക്കറിയാം. അതുകൊണ്ടല്ല പേര് പറയാനായിട്ടുള്ളൂ. ഇതിന്റെ ഉള്ളില് കുഞ്ഞു ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന സാധനം. അതൊക്കെയാണ്. ഇതിന്റെ പേരറിയണ്ടേ? പേര് വേണം. 30 സെക്കൻഡ് കൂടെ. ഇത് 30 സെക്കൻഡ് എത്ര സമയം കിട്ടിയിട്ട് കാര്യമില്ല. ഇതിന്റെ പേരറിയില്ല. തോറ്റോ? ചതുരപ്പയറല്ല, എന്തോ പയർ വർഗത്തിച്ചേ. അത് തോറ്റു. പേരറിയണ്ടേ? അതിന്റെ ഷേപ്പിൽ തന്നെ അതിന്റെ പേരുണ്ട്. ഇത് പാമ്പ് പോലെ. നമ്മുടെ നാട്ടിൽ പറയുന്ന പേര്. ഇനിയിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നത് വെച്ചാൽ അതും കൂടെ കമന്റ് ബോക്സിൽ.
4 സെക്കൻഡ് 3 എനിക്കറിയില്ല, പേരറിയില്ല, സാധനം എനിക്കറിയാം. 0. ആ ഇതെന്തത് പേര് പറ, സാധനം ഞാൻ ഉദ്ദേശിച്ചത്. സാധനത്തിന്റെ പേര് കത്തിപ്പയർ. കത്തിപ്പയർ. കത്തിപ്പയർ ഞാൻ പറഞ്ഞില്ല. പാറ്റിയ വണ്ടോ. ഞാനും വിചാരിച്ച തവളനെ ഞാൻ പിടിക്കാൻ കുറെ നോക്കിയതാ. ടൈം സ്റ്റാർട്ട് നൗ. അതന്നെ ഇതെന്തോ ഉണങ്ങിയതാണോ? പൊളിക്കാല്ലേ? ആ പൊളിച്ചോ. എന്തോ സാധനം ഉണക്കിയതാ. ആ അടയ്ക്ക. അതെ ഉണക്കടക്ക. ടൈം സ്റ്റാർട്ട് നൗ. കുലിക്ക് നോക്ക്. നിക്കാവോ? ഞെക്കിക്കോ. ഞെക്കാനുണ്ടാവുന്ന ഭവിഷ്യത്തിന് യാത്ര. തോടിനോ കട്ടിയില്ല. ഇതെന്താ സാധനം? ബ്ലഡ് വന്നോ? ഇതെന്തത്? അയ്യേ അപ്പൊ ഇത്തവണയും പഴയ പോലെ തന്നെ ചാച്ചൻ ജയിച്ചു. അപ്പൊ എന്താണുള്ള ഇവര് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പണിഷ്മെന്റ് കേട്ടോ. വല്ല പഞ്ചസാരയോ ഇവന് എരിവ് ഭയങ്കര പേടിയുള്ള സാധനം. വല്ല കരിക്കും വെള്ളോ അങ്ങനത്തെ എന്തെങ്കിലും കഠിനമായ ഒരു പണിഷ്മെന്റ് കൊടുക്കുക. അപ്പൊ അടുത്ത പ്രാവശ്യം പണിഷ്മെന്റ് കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് വയനാട് ഫിയസ്റ്റ. ബൈ ബൈ. സൈനിങ് ഓഫ്.